വള ഞാൻ വാങ്ങിച്ചിട്ടില്ല. മാല ആണെന്ന് എനിക്ക് ഇഷ്ടപ്പെടും, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഫേവറബിൾ ആയിട്ടുണ്ട്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. സോ ഇപ്പോൾ രാവിലെ ഒരു 8 മണി ആയിട്ടുണ്ടാവും. ഞാൻ എൻ്റെ അനിയത്തിലൂടെ ഗോയിത്തയിൽ പോവുകയാണ്. ഗോയിത്തയിൽ അവളുടെ ഫീസ് അടയ്ക്കാൻ, എക്സാമിനേഷൻ ഫീസ് അടയ്ക്കാനായിട്ട്. എനിക്കാണെങ്കിൽ ജലദോഷമാണ്. സോ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്ലോഗാണ്. എനിക്ക് ഇതിനു മുമ്പ് വ്ലോഗ് ചെയ്ത് പരിചയമില്ല. സോ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുന്ന രീതിയിലായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത്. അറിഞ്ഞുകൂടാ ഇതെങ്ങനെയാണ് ചെയ്യണത്, ഇതിന്റെ സംഭവം എന്താണെന്ന്. കാരണം ഇതിനു മുമ്പ് ഞാൻ വ്ലോഗ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇതേപോലത്തെ എക്സാമിനേഷൻ വന്നിട്ട് ഞങ്ങൾ കോയമ്പത്തൂർ പോയിരുന്നു. പക്ഷെ അത് നമ്മൾ വ്ലോഗ് ഇട്ടിട്ടില്ലായിരുന്നു. കാരണം എന്താണെന്ന്, എനിക്ക് യൂട്യൂബ് ചാനലില്ലായിരുന്നു. ഫണ്ണി ആയിട്ടില്ലേ? എനിക്ക് അറിഞ്ഞുകൂടാ വ്ലോഗ് എങ്ങനെയാണ് എടുക്കേണ്ടത്. അമ്മേ, നീ ഇന്നലെ സെറ്റ് ചെയ്ത മുടിയാണ്, എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട് കാണൂല. ഓക്കെ. ഞാൻ ആക്ച്വലി എനിക്ക് ഷോർട്ട് ഹെയർ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഷോർട്ട് ഹെയർ ലൈക്ക് ഇത്രയ്ക്കും വരുന്ന ഹെയർ ഉണ്ടോ, ഇത്രയ്ക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ ഇതിനേക്കാളും നീളമുള്ള മുടി ഞാൻ എന്ത് ചെയ്യുന്നു, ഒറ്റ വെട്ടിന് ഇത്രയും വെട്ടി. അപ്പൊ ഞാൻ ഷോർട്ട് ഹെയർ ആ ഷോർട്ട് ഹെയർ ഫേസ് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു പ്രാവശ്യം കുറച്ച് വളർത്താം, കുറേ വളർത്താം. മാക്സിമം എത്രത്തോളം വളരും അത്രയും വളരാം. എൻ്റെ ചേട്ടൻ്റെ കല്യാണം വരുന്നുണ്ട്. അപ്പോൾ വിചാരിച്ചു ചേട്ടൻ്റെ കല്യാണം വരെ നന്നായിട്ട് വളർത്തണം എന്ന് വിചാരിച്ചു. അതിനുശേഷം വീണ്ടും ഇതൊക്കെ വെട്ടണം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം ഷോർട്ട് ഹെയർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ലോങ് ഹെയർ ഭയങ്കര ഇഷ്ടം. കുമ്പിടി ഇഷ്ടമില്ല എന്നല്ല, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇൻ കേസ് താരനോ അല്ലെങ്കിൽ ഇപ്പൊ ഹെയർ ഫോൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ഇത് നമുക്ക് ആ ഒരു ഹെയർ കെയർ ചെയ്യണമെന്ന് തോന്നുമ്പോൾ മാത്രമേ ഞാൻ ഹെയർ കെയർ ചെയ്യാറുള്ളൂ. കൂടുതൽ ഞാൻ ചെയ്യില്ല. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീയിലോട്ട് പോവാം. സോ പലരും വിചാരിക്കുന്നത് ഞാൻ ഭയങ്കര പുട്ടിയാണ്, ഞാൻ ഒരുപാട് മേക്കപ്പ് ഒക്കെ ഇടുമെന്നാണ്. ടു ബി ഫ്രാങ്ക്, എൻ്റെ കയ്യിൽ മേക്കപ്പുള്ള എല്ലാ ഐറ്റം ഉണ്ടെങ്കിലും ഞാനാണെങ്കിൽ എല്ലാ ഐറ്റവും ഇല്ല. പക്ഷെ ഫൗണ്ടേഷൻ, കൺസീലർ, ലിപ്സ്റ്റിക്, ബ്ലഷ്, ലിപ്സ്റ്റിക് ഇതൊക്കെ ഞാൻ എടുത്തിടും കേട്ടോ. റോവാണ്. അപ്പോ എന്റെ ഒരുപാട് അങ്ങനെ ഐറ്റംസ് ഒന്നുമില്ല, കോസ്മെറ്റിക്സ് ഒന്നുമില്ല. പക്ഷെ ഫൗണ്ടേഷൻ ഉണ്ട്, കൺസീലർ ഉണ്ട്, ബ്ലഷ്, ലിപ്സ്റ്റിക്, ഇഷ്ടംപോലെ ലിപ്സ്റ്റിക്. ഞാൻ കൂടുതലും ഞാൻ വാങ്ങുന്ന ലിപ്സ്റ്റിക് ആണ്. കാരണം എനിക്ക് ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു പെർഫെക്റ്റ് ഷെയ്ഡ് എനിക്ക് സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല ലിപ്സ്റ്റിക്കിന്റെ. ഞാൻ ഇഷ്ടംപോലെ ലിപ്സ്റ്റിക് വാങ്ങും അവിടെ ഇവിടെയാണ്. പിന്നെ ബാക്കി ഒരു ഫൗണ്ടേഷൻ, ഒരു കൺസീലർ, ലിപ്സ്റ്റിക് ഇഷ്ടം പോലെ ഉണ്ട്, ബ്ലഷ്, മോയ്സ്ചറൈസർ അങ്ങനെയാണ്. പക്ഷെ ഞാൻ ഈ കൺസീലറും ഫൗണ്ടേഷനൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. എല്ലാവരും അങ്ങനെയാണ്. പക്ഷേ ഞാൻ എവിടെ പോയിരുന്നാലും എല്ലാവരും പറഞ്ഞ ഭയങ്കര പുട്ടിയാണ്. ആക്ച്വലി ഞാൻ യൂസ് ചെയ്യുന്നത്, കൂടുതലും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു ഷെയ്ഡ് ഉണ്ടോ, ഹ്യൂഡ ബ്യൂട്ടിയുടെ. ഇത് ഹ്യൂഡ ബ്യൂട്ടി അല്ല കേട്ടോ, സോറി, എന്റെ വിവരമില്ലായ്മ അടച്ചേക്കട്ടെ. സോ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യണം. ഇത് ആക്ച്വലി നല്ല ഡാർക്ക് ഷെയ്ഡാണ്, ഡാർക്ക് റെഡ് ആണ്. പ്രത്യേകിച്ച് എൻ്റെ ഒരു സ്കിൻ ടോണിൽ വരുന്ന ആൾക്കാർക്ക് ഈ ഒരു ഷെയ്ഡ് ഇടുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടെ എടുപ്പിച്ച് കാണിക്കും. ഈ ഷെയ്ഡ് നമ്മൾ ഈ ലിപ്സ്റ്റിക്ക് ഞാൻ മാറ്റിയതിന് ശേഷം, ഞാൻ ഇപ്പം കണ്ടോ, നമ്മൾ ലിപ്സ്റ്റിക്ക് മാറ്റിയാൽ ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. കാരണം നമ്മൾ ലിപ്സ്റ്റിക്ക് കുറച്ച് ലൈറ്റ് ലിപ്സ്റ്റിക്ക്, ന്യൂഡ് ലിപ്സ്റ്റിക് ഒക്കെയാണ് നമ്മൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്ക് നമ്മൾ എടുത്ത് കാണിക്കത്തില്ല. പക്ഷെ ഞാൻ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് യൂസ് ചെയ്തുകൊണ്ട സമയത്തൊക്കെ ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കും. അപ്പൊ എല്ലാവരും ഭയങ്കര കുട്ടി. ഞാൻ യൂഷ്വലി നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് മോയ്സ്ചറൈസറിൽ നിന്നാണ്. ലൈക്ക് ദീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂട്രോജനയുടെ ഹൈഡ്രോ ബൂസ്റ്റ് വാട്ടർ ജെൽ ബേസ്ഡ്. ഇത് ഓപ്ഷണൽ ആണ്. ഞാൻ സൺസ്ക്രീൻ ഇടാമെന്നാണ് വിചാരിച്ചത്. എൻ്റെ ഒരു സൺസ്ക്രീൻ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സൺസ്ക്രീൻ ഇതിന് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ആക്ച്വലി ഞങ്ങളുടെ ചേട്ടനാണെങ്കിൽ ഞങ്ങൾക്ക് കൊണ്ടുവന്നതാണ്. ആക്ച്വലി ഇത് ഞങ്ങളുടെ ചേട്ടൻ ഞങ്ങൾക്ക് കൊണ്ടുവന്ന ഒരു സൺസ്ക്രീനാണ്. ഇത് ഇവിടെ ഞാൻ വാങ്ങിച്ചില്ല. അപ്പോ ഇത് കിടിലം സൺസ്ക്രീൻ ആണ് കേട്ടോ. പക്ഷെ ഇപ്പൊ മഴ ക്ലൈമറ്റ് വന്നിട്ട് അത്ര ഭയങ്കര ചൂടുള്ള ക്ലൈമറ്റ് ഒന്നും അല്ലല്ലോ, ഭയങ്കര മഴയാണ്.
നല്ല തണുപ്പാണ്. അപ്പം പിന്നെ സൺസ്ക്രീൻ ഞാൻ വേണ്ടാന്ന് വയ്ക്കുകയാണ്. സോ സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് മോയ്സ്ചറൈസർ. ഇതിന്റെ സ്മെല്ല് ഭയങ്കര രസമാണ്. മണപ്പിച്ച് നോക്കാം. കണ്ട, ഇത് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചെടുത്തിട്ട് ഒരു ജനറസ് എമൗണ്ട് എടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസർ എന്ന് വെച്ചാല് ചിലര് പൗഡർ യൂസ് ചെയ്യും. ഞാൻ നേരത്തേക്ക് പൗഡർ ഈ സംഭവം ഇടില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇതിട്ട് കഴിയുമ്പോ നമ്മുടെ സ്കിന്ന് നല്ല കുറച്ച് സോഫ്റ്റ് ആയി കിട്ടും. ഇപ്പൊ വന്നിട്ട് എന്റെ സ്കിന്ന് ആക്ച്വലി നല്ല എന്തായിരുന്നു, ഓയിലി ആയിരുന്നു. ഇപ്പൊ വന്നിട്ട് കുറച്ച് ഡ്രൈ ആവാൻ തുടങ്ങി. മൂക്കിന്റെ സൈഡിലൊക്കെ ഇവിടെയൊക്കെ തൊലി ഉരിയാനായിട്ട് തുടങ്ങി. ഓക്കെ, ചെറിയൊരു ഗ്ലോ കാണുന്നില്ല. മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞു. നിങ്ങൾ വിചാരിക്കും ഞാനത് ഫൗണ്ടേഷൻ കൺസീലർ ആണെന്ന്. പക്ഷെ ഇല്ല, ഇതാണ് എൻ്റെ മുഖത്തിന് ഞാൻ ചെയ്യുന്ന സംഭവം. ഈ ഒരു സംഭവമാണ്. ഓക്കെ, സോ ഇതത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐബ്രോസ് വരയ്ക്കാനാണ്. ഈ ഒരു ഐബ്രോ പാലറ്റ് ഉണ്ട്, ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഐബ്രോ കേക്ക് ആണ് ആക്ച്വലി. ഓക്കെ, ഞാൻ നേരത്തേക്ക് ഇത്തിരി കട്ട ഐബ്രോ ആയിരുന്നു കേട്ടോ. എനിക്ക് ആദ്യമൊന്നും പിരികില്ലായിരുന്നു. പിന്നെ ഞാനൊരു ഹോം മെയ്ഡ് റെമഡി യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഐബ്രോ കുറച്ച് തിക്കാകാൻ തുടങ്ങിയത്. ഭയങ്കര തിക്കാണെന്ന് വെച്ചാൽ അല്ല, പക്ഷെ അത്യാവശ്യം നല്ല തിക്കായിട്ടുണ്ട്. എനിക്ക് പിരികില്ലായിരുന്നു പണ്ട്. ഓക്കെ, നിങ്ങൾ വിചാരിക്കും കൊച്ചിന് വരച്ചിട്ടൊരു മാറ്റം കാണില്ലല്ലോ. കുറച്ച് ആർട്ട്, ഭയങ്കര ആർട്ട് അല്ല, കുറച്ച് ആർട്ട് ഐബ്രോസ് ആണ് എനിക്ക് ചേരുന്നത്. ഭയങ്കര തിക്കാക്കുക. നേരത്തെ ഞാൻ ഭയങ്കര തിക്കായിട്ട് വരയ്ക്കുമായിരുന്നു. ഞാൻ തിക്കായിട്ടൊന്നുമല്ല വരയ്ക്കുന്നത്. ഹൗ ഇസ് ദിസ്? ഓക്കെ, അതുപോലെ ഇപ്പുറത്ത് വരയ്ക്കാം. പക്ഷെ ഇപ്പുറത്ത് ഇത്തിരി സീനാണ്. എന്റെ രണ്ട് പിരികവും സിമെട്രിക്കൽ അല്ല, രണ്ട് ഡിഫറെന്റ് ആണ് ഷേപ്പ്. സോ ഇതുപോലെ ഇവിടെ വരയ്ക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ ട്രൈ ചെയ്യാം. എന്റെ ട്രൈയിൽ ഇത് വീഡിയോ നോക്കട്ടെ. ഓക്കെ, വീണോ? കമന്റ് ചെയ്യും. എന്റെ രണ്ട് പുരുകവും എന്റെ ട്രൈയിൽ വീണോ നോക്കും. ഇപ്പൊ കുറച്ച് വെട്ടം വന്നുകൊണ്ടോ ലൈറ്റിംഗ്. ഇത് ആക്ച്വൽ ലൈറ്റിംഗ് അല്ല, ഞാൻ ജനൽ തുറന്നിട്ടിരിക്കുന്നതാണ്. ഇത്രയും നേരം ഭയങ്കര ഇരുണ്ടിട്ടായിരുന്നു. ഒരുപാട് മഴ പെയ്ത ദൈവമേ രക്ഷപ്പെട്ടു. ഞാൻ കടയിൽ പോയി ഐബ്രോ ചെയ്യാറില്ല കേട്ടോ. ഐബ്രോ ത്രെഡിങ് ഒക്കെ ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. എനിക്കിഷ്ടമല്ല. കടയിൽ എല്ലാവർക്കും ഒരു ടിപ്പിക്കലായിട്ടാണ്, ഭയങ്കര സെയിം ആയിട്ടാണ് എല്ലാ കടയിലും. ഞാൻ പറഞ്ഞുതരാം. അതായത് ഇങ്ങനെ ബ്രഷ് വെച്ചുണ്ടാക്കും, പിന്നെ ഇത് സെറ്റാക്കി ഇതൊരു സ്ക്വയർ ഷേപ്പ് പോലെ നല്ല ഇങ്ങനെ വയ്ക്കും, പിന്നെ അത് ആർട്ടാക്കും. ചിലർക്ക് ഇങ്ങനെ ആയിരിക്കും. എനിക്കത് ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. ഐബ്രോസ് നമുക്ക് നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും നമ്മുടെ മുഖ ഷേപ്പ് അനുസരിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ബ്യൂട്ടി പാർലർ പോയി ചെയ്തിട്ടില്ല. ഒരിക്കലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു മേ ബി ഞാൻ പറയുന്നത് പോലെ അവർ ചെയ്തു തരുമായിരിക്കും. ഒരിക്കലും ഞാൻ പോയി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സാധാരണ എങ്ങനെയാണോ അവർ ഐബ്രോസ് ഒക്കെ ചെയ്ത് കൊടുക്കാറ് അതുപോലെയാണ് എനിക്ക് ചെയ്തു തന്നത്. പിന്നെ ഞാൻ നിർത്തി. പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ എല്ലാ കടയിലും ചെയ്ത് തരുള്ളൂ, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തില്ല. ഞാൻ എൻ്റെ ഐബ്രോസ് ഞാൻ തന്നെ എന്താ പറയാ, ചിലപ്പോൾ ഇവിടെ ഞാൻ പ്ലക്ക് ചെയ്യും.
ഇവിടെ ഞാൻ കുറെ എടുത്ത് കളയും. ഞാൻ തന്നെയാണ് ഒരു രീതിയിൽ നമുക്കത് അറിയാൻ പറ്റും, രീതിയിൽ ഞാൻ ത്രെഡ് ചെയ്തിട്ടുള്ളത്. ഇതെന്റെ മാത്രം തോന്നലാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ 2 ഐബ്രോസ് ഞാൻ വരച്ച് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത് എനിക്ക് ബ്ലഷ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പൊതുവെ യൂസ് ചെയ്യുന്നത് ഇൻസൈറ്റിന്റെ ബ്ലഷാണ്. ഈ ഒരു ബ്ലഷാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലഷ് ഭയങ്കര നല്ല രീതിയിൽ ഇത് അബ്സോർബ് ആവും. നല്ല ഒരു പിങ്കിഷാണ്. പക്ഷെ റീസെന്റ് എനിക്ക് എന്റെ ചേച്ചി വർഷേച്ചി എനിക്ക് ഈ ഒരു ലിപ്സ്റ്റിക് തന്നിട്ടുണ്ടായിരുന്നു. കെ ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്. ചേച്ചിക്ക് പുള്ളിക്കാരിക്ക് ഈ ഷെയ്ഡ് ചേരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിന്റെ ബ്ലഷ് ആയിട്ടാണ് ചേച്ചി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇത് വിചാരിച്ചു ഇതിന്റെ ബ്ലഷ് ആയിട്ട് ഞാൻ യൂസ് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ കെ ബ്യൂട്ടിയുടെ ഈ ഒരു ലിപ്സ്റ്റിക് ഞാൻ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, ബ്ലഷ് എനിക്ക് ഇഷ്ടമാണ്. ചിലവരങ്ങനെ ബ്ലഷ് ഇടത്തില്ല, മീൻസ് ഭയങ്കര എന്താ പിങ്ക് ആയിരിക്കും വിചാരിച്ചിട്ട്. ഒരു പിങ്കിഷ് ഗ്ലോ കണ്ടില്ലേ? കണ്ടില്ല കിട്ടില്ല. ഭയങ്കര പിന്നെ ലിപ്സ്റ്റിക് അല്ലേ, അതുകൊണ്ട് വലിയ രീതിയിലൊന്നും ആയില്ല. ചെറിയൊരു പിങ്കിഷ് ഗ്ലൂ പ്ലിങ്കിച്ചത്. ഓക്കെ, പിന്നെ വേറൊരു ഇതാണ്, ഞാൻ ഐലൈനർ യൂസ് ചെയ്യാറില്ല. എനിക്ക് കണ്ണി കരിയിടിക്കുന്ന ഇഷ്ടമില്ല. പ്രത്യേകിച്ച് വീണ്ടും ഞാൻ വരയ്ക്കും. ഈ വിങ്ഡ് ഐലൈനർ ഉണ്ടല്ലോ മുകളിൽ മാത്രം ഞാൻ വരയ്ക്കും. പക്ഷെ മോസ്റ്റ്ലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഐലൈനർ വരയ്ക്കാത്തതാണ്. എനിക്ക് അതാണ് ഇഷ്ടം. എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് ഇവിടെ എസ്പെഷ്യലി കണ്ണടിയിൽ വരയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. പിന്നെ അതെനിക്കൊരു കുറവായിട്ട് തോന്നിയിട്ടില്ല. കുഴപ്പമില്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലെന്ന് കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്കിത്? ജസ്റ്റ് ഇത് ഞാൻ ഇതും കൂടെ ഞെട്ടോ, വേറെ വലിയ എഫക്റ്റ് ഇല്ല ഇതിന്. ചെറിയൊരു ഗ്ലോ. ഇത് തുറക്കാൻ പറ്റില്ലല്ലോ. ഇതും കണ്ടുകൂടല്ലോ, കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെ മതി, ചെറിയൊരു ഗ്ലോ മതി. അടുത്തൊരു സാധനമുണ്ട്. സോ നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ കോസ്മെറ്റിക്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ലിപ്സ്റ്റിക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടംപോലെ വാങ്ങുന്നതായിരുന്നാലും എനിക്കുള്ളതായിരുന്നാലും കൂടുതൽ ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാക്കിയെല്ലാ സാധനങ്ങളൊക്കെ എക്സെപ്ഷനാണ്. എനിക്ക് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഒരുപോലെയാണ്. ഞാൻ അങ്ങനെ ഭയങ്കര യൂസ് ചെയ്യില്ല. പക്ഷെ ലിപ്സ്റ്റിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടെന്ന് അറിഞ്ഞൂടാ. സോ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് മാർസിൻ്റെതാ ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. മാർസിന്റെ ഷെയ്ഡ് 12 ആണ്. കാണിച്ചു തരാം. പക്ഷെ ഇത് ഇടുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് വേറൊരു ഷെയ്ഡും കൂടെ ഇടുന്നുണ്ട്, കെ ബ്യൂട്ടിയുടെ ഇതും കൂടെ. നമ്മൾ ലിപ്സ്റ്റിക് നമ്മൾ ഒന്ന് തന്നെ ഇടുന്നതിനെക്കാളും എനിക്ക് കൂടുതൽ സ്യൂട്ടാവുന്നത് 2-3 ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡൊക്കെ ഒരുമിച്ച് ഇടുമ്പോഴാണ്. ഇതെന്തോന്ന്? കൊള്ളാല്ലേ? ഇതിപ്പോ ഒരു ലൈറ്റ് ഇതായില്ലേ? ഇനിയാണ് ഞാൻ ഇതിടാൻ പോകുന്നത്. ഇതൊരു ഡാർക്ക് കളറാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് ഉണ്ടോ? ഭയങ്കര രസമാണ് ഈ ഷെയ്ഡ്. ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അത് ഇത് മതിയോ? ഇത് കുറച്ച് ലൈറ്റാണ്. പക്ഷെ
വാവ് വാവ്. ഇത് റെഡ് ആണെന്ന് ചോദിച്ചാൽ അല്ല, റെഡിഷ് ഓറഞ്ചിഷ് പിങ്കിഷ് സംതിങ് ഇഷ്. ഇതാണ് എന്റെ അനിയത്തി. ഫ്രണ്ടിലോട്ട് വരും ബാക്ക് കാണിക്കണ്ടെന്നുണ്ടെങ്കിൽ. ഹായ്, ഞങ്ങള് ട്വിൻസിനെ പോലെയാണ് പറയാറുള്ളത്. നിങ്ങൾ കമന്റ് ചെയ്യും. നെക്സ്റ്റ് ഇയറിങ്സ് ആണ്. പലരും എന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാറുള്ളത് എന്റെ വീട്ടിലായിരുന്നാലും, പ്രത്യേകിച്ച് അച്ഛമ്മ. എന്റെ അച്ഛമ്മ, എന്റെ അപ്പച്ചി, എന്റെ ചേച്ചി, ഇവരെല്ലാവരും എന്നെ കുറ്റം പറയുന്ന ഒരുപാട് കാര്യത്തിൽ പറയാറുണ്ട്. എന്റെ കയ്യിൽ പിടിച്ച് എന്നിരുന്നാലും കൂടുതൽ പറയുന്നത് ഞാൻ ഓർണമെന്റ്സ് ഒന്നും ഇടാത്ത, എസ്പെഷ്യലി ഇയറിങ്സ്. ഓർണമെന്റ്സ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, കമ്മലിടാത്തതിന്റെ പേരിലാണ്. എനിക്ക് ആക്ച്വലി ഓർണമെന്റ്സിനോട് വലിയ താല്പര്യമില്ല എന്ന് വെച്ചാൽ കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഭയങ്കര എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഹെയർ സ്റ്റൈലിൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നടക്കാമെന്ന്. അങ്ങനെ കംഫർട്ടബിൾ ആയിട്ടുള്ള നടക്കുക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഓവർ സൈസ്ഡ് ഷർട്ട്സോ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ക്ലോത്ത് ഒക്കെ ഇട്ടിട്ട് ഒരു മെസ്സി ബൺ, അല്ലെങ്കിൽ ഇതേപോലെ മുടി പിരിച്ചിടുക, ചൂടാണെങ്കിൽ മുടി കെട്ടി വയ്ക്കുക, അല്ലാതെ മുടി പിരിച്ചിടുക, പിന്നെ ഒരു ലിപ്സ്റ്റിക്ക്. ഞാൻ കമ്മല് ഇടാറില്ല. എനിക്ക് കമ്മല് ഇടുന്നത് ഇഷ്ടമാണോ ചോദിച്ചാൽ ഓ എന്താണ് പറയുന്നത്, സാഹചര്യം പോലെ ഇരിക്കും. ഞാൻ കമ്മലിടുന്നതിന് എനിക്ക് ഭയങ്കര ഇതില്ല. പക്ഷെ ഞാൻ ഇടുന്നുണ്ടെങ്കിൽ എന്നെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഞാൻ ഇടുന്നുണ്ടെങ്കിൽ ഭയങ്കര കുഞ്ഞു കമ്മല്. ഉണ്ടോ എന്ന് നോക്കിയാൽ ഉണ്ട്, അല്ല നോക്കിയാൽ ഇല്ല. നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ ഈ കമ്മൽ ഇട്ടിട്ടില്ലെന്ന് തോന്നിക്കുന്ന കമ്മലാണ്. സോ കൂടുതലും ഇതെനിക്ക് സത്യം പറഞ്ഞാൽ വലിയ കമ്മലാണ്. ഞാൻ ഇതും ഇടില്ല. ഇതിന്നും ചെറിയൊരു സ്റ്റഡ് ഉണ്ട്. എനിക്ക് അതൊക്കെയാണ് ഇഷ്ടം. പിന്നെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ വലിയ കമ്മലിട്ടിട്ട് പോകും. പിന്നെ ബാക്കിയുള്ള ഓർണമെന്റ്സ് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ചിലപ്പോഴൊക്കെ ഈ ചില മാലയും വളയും കാണുമ്പോൾ ഇഷ്ടപ്പെടും. വള ഞാൻ വാങ്ങിച്ചിട്ടില്ല, മാല കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടും. ഞാൻ വാങ്ങിച്ചിട്ടും പക്ഷേ ഞാൻ എടുത്തില്ല. അതെല്ലാവർക്കും അറിയാം. സോ ഞാൻ ഈ കമ്മലിടാൻ പോകുന്നു. റിങ്ങിന്റെ കമ്മല് എനിക്ക് ഇഷ്ടമാണ്. റിങ്ങാണ് എന്റെ ഫേവറേറ്റ്. കണ്ടു ഇടുന്നുണ്ടെങ്കിൽ ഐദർ ഞാൻ റിങ് ഇടും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പേളിന്റെ സ്റ്റഡാണ് ഞാൻ കൂടുതൽ ഇടുന്നത്. സോ അടഞ്ഞു പോകുന്നു. സത്യം പറഞ്ഞാൽ ഇടാതെ ചിലപ്പോഴൊക്കെ ഇടാൻ മറന്നു പോകും. ഇപ്പോഴും രക്ഷികയെ പോലെ ഒരു മാലാക വരുന്നത്. ഓക്കെ, ഇഷ്ടപ്പെട്ടോ? എനിക്ക് കമ്മലിടുന്ന. പിന്നെ എനിക്കിപ്പോ റീസെന്റ് ഒരു ഒബ്സഷൻ തുടങ്ങിയിട്ടുണ്ട്. ആസ് ഐ സെഡ്, ഞാൻ ഓർണമെന്റ്സിനോട് ഭയങ്കര താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ ഈ ഒരു കാര്യത്തിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ഓർണമെന്റിനോട് എനിക്കിപ്പോ ഭയങ്കര ഇഷ്ടമായിട്ട് വരെയാണ്. എന്താന്ന് എനിക്കറിയില്ല. ഞാൻ കുറെ റിങ്സ് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കിപ്പം റിങ്സിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. സോ ആക്ച്വലി നെയിൽസ് ഒക്കെ വളർത്തിയിട്ടുണ്ട്. എനിക്ക് നെയിൽസ് ഞാൻ വളർത്തിയിട്ടുണ്ട്. വളർത്തി ഒരു 5 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് പൊട്ടിപ്പോവും. എനിക്കറിയില്ല എനിക്ക് എങ്ങനെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊന്നും അറിയില്ല. ഞാൻ നെയിൽസ് ഒക്കെ വളർത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇല്ല. പക്ഷെ ഞാൻ ഇങ്ങനെ അനിയത്തി നന്നായിട്ട് ഷേപ്പൊക്കെ ചെയ്ത് വളർത്തും. ഞാനും വളർത്താന്ന് പറഞ്ഞിട്ട് ഞാൻ വളരാൻ നോക്കും. പക്ഷെ അത് വളരാത്തല്ല. കുറച്ച് വളർന്ന് കിടിലാകുമ്പോഴത്തേക്കും തന്നെ പിറ്റേ ദിവസം അത് വന്നിട്ട് സൈഡ് മുറിഞ്ഞ് ഫുള്ള് അങ്ങ് പോകും. ഒരു വെള്ളം മാത്രമായിട്ട് അങ്ങനെ പോറല്ലേ, അങ്ങനെ എല്ലാം വെട്ടിക്കളയേണ്ടി വരും. അങ്ങനെ ഒരുമാതിരിയാവും, വല്ലാണ്ടാവും. അപ്പോഴത്തേക്കും അങ്ങനെയാണ് സംഭവം. പിന്നെ നെയിൽ പോളിഷ്. അപ്പോൾ ചോദിക്കും നെയിൽ പോളിഷ് ഇട്ടൂടെ? എനിക്ക് നെയിൽ പോളിഷ് ഇടാൻ അറിഞ്ഞൂടാ. എന്ന് വെച്ചാൽ നെയിൽ പോളിഷ് ഇടാൻ അറിയാം, നമുക്ക് ചുമ്മാ ചോദിച്ചു. പക്ഷെ അത് നല്ല രീതിയിൽ ഇടണ്ടേ. മറ്റേ എന്താ പറയാ, ഭയങ്കര മെസ്സി ആയിട്ടായിപ്പോവും. കാരണം ഞാൻ നെയിൽ പോളിഷ് അങ്ങനെ ഇട്ടിട്ടില്ല എന്റെ ലൈഫിൽ. ഇന്നേ വരെ ഞാൻ നെയിൽ പോളിഷ് വാങ്ങിച്ചിട്ടുമില്ല. എന്ന് വെച്ചാൽ ഇഷ്ടപ്പെടുന്ന വാങ്ങുമല്ലോ, ഒരു കാര്യം വാങ്ങാൻ വേണ്ടി ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുമില്ല. എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇഷ്ടമില്ലെന്ന് വെച്ചാൽ ചിലപ്പോഴൊക്കെ എനിക്ക് ഇഷ്ടപ്പെടും. ചില കളർ ചിലവരെ കയ്യിൽ കിടക്കുന്ന കാണിട്ട് അതുപോലെ വേണമെന്നൊക്കെ തോന്നും. അങ്ങനെ ഭയങ്കര റെയറാണ്. ഞാൻ അതുകൊണ്ട് ഇപ്പം ഒരു ഇത് കണ്ടുപിടിച്ചു. ഞാൻ ഇപ്പോൾ ഫേക്ക് നെയിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ ഇടാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റൈൽ ചെയ്തിടാം. നമ്മൾ ഈ നഖം നോക്കേണ്ട കാര്യമില്ല. ഞാൻ ഫേക്ക് നെയിൽസ് ഇപ്രാവശ്യം ഇട്ടുന്നില്ല, കാരണം ചുമ്മാ ഫീസ് അടക്കേണ്ടി പോയില്ലേ. അതുകൊണ്ട് അപ്പം നിങ്ങൾ ചോദിക്കും നിങ്ങൾക്കൊരു പെണ്ണാണ് എന്ന് ചോദിക്കുന്നുണ്ട് വിചാരിക്കും. ഇങ്ങനത്തെ പെണ്ണുങ്ങളും ഉണ്ട് ആക്ച്വലി, എന്നെ പോലത്തെ പെണ്ണുങ്ങളും. ഓക്കെ, നോക്കണ്ട. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇനി അടുത്ത മുടി ഞാൻ കുറച്ച് ചെയ്യും കേട്ടോ. മുടി വന്നിട്ട്
ആക്ച്വലി ഞാൻ കുറച്ച് സ്മൂത്തി എന്നല്ല സ്ട്രെയിറ്റ് ചെയ്യും. എനിക്ക് ഈ കുറച്ച് മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യണം. സോ ഞാൻ സ്ട്രെയിറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ സംഭവം ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. മറ്റ് സ്ട്രെയിറ്റിന് വന്നിട്ട് നമ്മളെ തലമുടി കരിയോ അല്ലെങ്കിൽ തലമുടി പൊള്ളി ഭയങ്കര കരിഞ്ഞു പോവോ, അതുപോലെ തന്നെ നമ്മുടെ കൈ പൊള്ളി പോവെന്നൊക്കെ ടെൻഷൻ ഉണ്ട്. ഇത് അങ്ങനെയല്ല, നമുക്ക് സ്കാൽപ്പ് ഇടുന്നില്ല, ഇങ്ങനെ കോതിയാൽ മതി. ഞാൻ ഫ്രണ്ടിൽ കുറച്ചും കൂടി ഞാനാണെങ്കിൽ സെറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, സോ ഞാൻ കുറച്ചൊന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ചെയ്ത് കുറച്ചുകൂടി കൊള്ളാം ആക്ച്വലി. ഞാൻ പിരിച്ചിടുന്നതിന് വേണ്ടി ക്ലിപ്പ് ചോട്ടെ. ഇഷ്ടപ്പെട്ടില്ല, കൊള്ളില്ല. സോ വെച്ചിട്ട് മെസ്സി ബണ്ണായാലും എനിക്കൊരു ഭയങ്കര എനിക്ക് വന്നിട്ട് ഈ ഹെയർ എന്ന് പറയുന്ന സാധനം എങ്ങനെ സെറ്റ് ചെയ്യണം ഭയങ്കര കൺഫ്യൂസ് ആണ്. സോ അല്ലെങ്കിൽ പിരിച്ചിടാം, അതല്ലേ കുറച്ചുകൂടെ നല്ലത്. സോ ഇപ്പം ക്ലൈമറ്റ് കുറച്ച് ഫേവറബിൾ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ പോലെ ഭയങ്കര മഴയൊന്നും ഇപ്പൊ പെയ്യുന്നില്ല. 8:45 പോകുന്നു. ഓക്കെ, എന്റെ സഹോദരി വരുന്നത്. ഹായ് പറയും. ഹായ്. ഞങ്ങള് ഇറങ്ങാൻ പോവുകയാണ്. ലിപ്സ്റ്റിക് ഇട്ടില്ല. ഈ ഷെയ്ഡ് വേണോ? അവിടെ അല്ല, മാർസ്. സോ ഇതാണ് സംഭവം. അങ്ങനെ നമ്മൾ ഇറങ്ങാൻ മതി. ഇപ്പം നല്ല ഫേവറബിൾ ആണ്. അപ്പോൾ ഈ സമയത്ത് ഇറങ്ങിയാൽ നമുക്ക് മഴ നനയാതെ പോകാൻ പറ്റും. എൻ്റെ ഔട്ട്ഫിറ്റ് ഓക്കെ. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എൻ്റെ സ്ഥിരം ഔട്ട്ഫിറ്റാണ്. കാരണം ഒരു ഔട്ട്ഫിറ്റും ചൂസ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓടിച്ച് നടക്കുന്ന ഔട്ട്ഫിറ്റാണ് ഈ രണ്ടെണ്ണം. ഓക്കെ, സോ അങ്ങനെ നീ റെഡിയായോ? സോ അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഇനി മുടി പിരിച്ചിടണോ വേണ്ടതാണ് ഞാൻ ആലോചിക്കണം. എന്ത് ചെയ്യാൻ പറ? ഞാൻ പിരിച്ചിടണോ? യെസ്. സോ നമുക്കിനി ബാക്കിയുള്ള വ്ലോഗിൽ കാണാം. സോ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ ഒന്നുമല്ല, സ്പ്രേ. സോ ഈ സ്പ്രേക്ക് അടപ്പില്ല. എൻ്റെ പ്രശ്നമാണോ അതോ ഒട്ടുമിക്ക എല്ലാ വീട്ടിലിങ്ങനെയാണ് പറഞ്ഞത്. സ്പ്രേയുടെ അടപ്പ് കാണാറില്ല, അടപ്പ് കാണില്ല. ഒരു ഉദാഹരണം പറയാൻ, വേറൊരു സ്പ്രേ ഉണ്ട്. ഈ സ്പ്രേ കാണില്ലല്ലോ. എൻ്റെ ഒരു കാഴ്ചപ്പാട്ടിൽ എനിക്കിത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ സ്പ്രേ നമ്മളിതാ ഇവിടെ അടിക്കണം, രണ്ട് സൈഡിലും. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഐബ്രോസിലൊക്കെ ഒരു ആക്ട്രസ്, പേര് ഞാൻ മറന്നു, മെറിലിൻ മോൺറോ, പേര് മറന്നു കേട്ടോ. ഒരു ആംഗിൾസിൽ അതുപോലെ തന്നെ ഐബ്രോസിലൊക്കെ ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ട്. സോ കുറച്ച് സ്പ്രേ എടുത്ത് അങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഇവിടെ ചെയ്യാം. നമ്മൾ സ്പ്രേ മണക്കുമ്പം അത് നമ്മുടേതാണ്. ആ സ്പ്രേ നമ്മുടേതാണ്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അത് വി ഓൺ ദാറ്റ് സ്മെൽ. അങ്ങനത്തെ ഒരു ഇത് വേണം, മനസ്സിലായില്ലേ? അല്ല ചുമ്മാ നമ്മൾ സ്പ്രേ അടിച്ചെടുക്കുക, അങ്ങനെയില്ല. നമ്മൾ വി ഓൺ ദാറ്റ് സ്മെൽ, അങ്ങനത്തെ ഒരു ഇത് വേണം. റീസെൻ്റ്ലി കണ്ടൊരു ഹാക്കാണത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. സോ പിന്നെ നമ്മൾ നല്ല രീതിയിൽ കുടിച്ചില്ലെങ്കിൽ നനച്ചില്ലെങ്കിലും സ്പ്രേ അടിച്ചാൽ വരും. ഓക്കെ. സോ ഇങ്ങനെയാണ് സംഭവം. ബോഡി ലോഷൻ എന്ന് പറയുന്ന സാധനം ഞാൻ കയ്യിലാണ് യൂഷ്വലി തേക്കാറ്. നിങ്ങൾക്ക് വേണം കുറച്ച് നെക്കിലും അതുപോലെ തന്നെ നമ്മൾ കയ്യിലാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്.
ഹൗ ഐ ഗെറ്റ് റെഡി. നമുക്ക് നല്ലൊരു ഓക്കെ ഓക്കെ ഇതിപ്പോൾ മാറിയല്ലോ ഇത്. ഓക്കെ, ഇതാണ് പെർഫെക്റ്റ്. സോ നമുക്കങ്ങനെ പോയിട്ട് വരാം. സോ അത് നമുക്ക് കാണാം.